എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്, അത് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. വാഴ 2 ഇറങ്ങി അടിപൊളിയായിട്ട് നല്ല റെസ്പോൺസ് ഉണ്ട്. അപ്പൊ എനിക്കും പടം നന്നായിട്ട് വർക്കായി. മറ്റൊന്നും കൊണ്ടല്ല, അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ് സിനിമയുടെ ഒരു മേജർ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വാഴ 1-ൽ കണ്ട അതേ പരിപാടികളൊക്കെ തന്നെയാണ്. ഇമോഷൻസ്, അതുപോലെ ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ എന്താ പറയുക, മക്കളുള്ള പാരൻസ് എന്ന് പറഞ്ഞാൽ മക്കളുള്ള ആൾക്കാർ തന്നെയാണ്. പാരൻസും ടീച്ചേഴ്സും അതുപോലെ തന്നെ സ്കൂളിന്റെ സറൗണ്ടിങ്സിൽ അല്ലെങ്കിൽ സ്കൂളിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കഥ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കഥ പറയുന്ന സിനിമ തന്നെയാണ് വാഴ 2. ഈ സിനിമയിൽ ഏറ്റവും അധികം രസകരമായിട്ടുള്ളത് ഇതിന്റെ ഒരു കാസ്റ്റ് തന്നെയാണ്. നമ്മുടെ ഹാഷിർ ആൻഡ് ടീം ഫുൾ ഗ്യാങ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദേവരാജ് എന്ന് പറയുന്ന ആ പുള്ളി, ഹീസ് ഓൾസോ ദയർ. ദെൻ വി ഹാവ് അമീൻ ആൻഡ് ഗ്യാങ്. അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും റീൽസിലൂടെ സ്റ്റാർസ് ആയിട്ടുള്ള ആക്ടേഴ്സ്, യെസ് ദേ ആക്ടേഴ്സ്, അവർ എല്ലാം കൂടി അടിപൊളിയായിട്ട് വന്നിട്ടുള്ളൊരു സിനിമയാണ് വാഴ 2. ആൻഡ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഡെബ്യൂട്ടൻ സവിൻ സാ എടുത്തു വെച്ചിരിക്കുന്ന ഒരു 2.25 മണിക്കൂറിനടുത്തുള്ള ഒരു സംഭവമാണ്. പക്ഷെ എന്തിനാണ് ഈ സിനിമ 2.25 മണിക്കൂർ എന്ന് എനിക്ക് തോന്നിയിരുന്നു. അതായത് സിനിമ കാണുന്ന മുമ്പ്, കണ്ടു കഴിയുമ്പോഴും എന്താ പറയാ, ഇതൊരു ഭയങ്കര ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതായത് ദാറ്റ് എനർജി ടു കീപ് ഓഡിയൻസ് എൻഗേജ് ഇൻസൈഡ് ദ തിയേറ്റർ. അത് വളരെ നന്നായിട്ട് നമ്മുടെ ഡയറക്ടർ ആൻഡ് റൈറ്റർ വിപിൻ ദാസ്, ഹീസ് ദ വൺ ഹൂ ഹാസ് റിട്ടൺ. അപ്പോൾ പുള്ളി ആൻഡ് സവിൻ സാർ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ പടത്തിനായിട്ട്. കാരണം ആൾക്കാരെ പിടിച്ചിരുത്താൻ, അതായത് ഇതിന്റെ മുന്നത്തെ ഭാഗം വാഴ, അതിനെക്കുറിച്ച് അത് നല്ല ഫാൻസുള്ള സിനിമയാണ് വാഴ. അതിന് കുറെ നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു പടത്തിന് OTT റിലീസിന് ശേഷം. പക്ഷെ അതൊന്നും അവരങ്ങനെ വലിയ കാര്യമായിട്ട് എടുത്തില്ല. കാരണം ഇതിൽ നല്ല അടിപൊളി എന്താ പറയുക ഇമോഷണൽ പരിപാടികൾ, അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പിന്റെ പരിപാടിയാണെങ്കിൽ സ്കൂളിൽ നടക്കുന്ന പോക്കൃത്തരം പരിപാടികളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നമ്മുടെ UK പിള്ളേർ പോകുന്ന മൈഗ്രേഷൻ, അതിൻ്റെ ഒരു എങ്ങനെയാണ് അവിടെ ആൾക്കാർ കഴിയുന്നത്, അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിൽ എങ്ങനെയാണ് പിള്ളേർ അവരുടെ ഒരു ടീനേജ് പരിപാടികളൊക്കെ പോകുന്നത്, പ്രണയം, അതുപോലെ സിനിമ കാണാൻ പോകൽ, പപ്പടം കിട്ടാത്തതിൻ്റെ പേരിൽ തല്ല്, അങ്ങനെ പല പല പരിപാടികളും കോർത്തിണക്കി ചെയ്തൊരു സിനിമ തന്നെയാണ് നമ്മുടെ വാഴ 2. എല്ലാ ആൾക്കാർക്കും, എസ്പെഷ്യലി ടീനേജേഴ്സ്, ഈ റീൽസ് എല്ലാം കാണുന്ന ടീനേജേഴ്സിനൊക്കെ കണക്ട് ആവുന്ന സിനിമയായിരിക്കും ഈ പറയുന്ന വാഴ 2. ആയിരിക്കുന്നല്ല, ആണ്. ആൻഡ് ഒബ്വിയസ്ലി പാട്ടുകളൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ദിസ് മൂവി ഈസ് ഗോണ ബി എ ഹിറ്റ് ഫോർ ഷുവർ. അത് ഓൾറെഡി ഹിറ്റാണ്, ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പൊ എന്തായാലും നന്നായിട്ട്